നമസ്കാരം. KC ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ടിൻഡോ ആന്റണി. പ്രധാന വാർത്തകൾ. ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് തുടക്കമായി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ ശതോത്തര രജത ജൂബിലി ദിനാഘോഷങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കും. സാമൂഹ്യവിരുദ്ധർ സഹോദരങ്ങളെ വീട് കയറി ആക്രമിച്ചതായി പരാതി. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി മുതൽ കുരിശുപള്ളി വരെയുള്ള റോഡിൽ സ്പീഡ് ബ്രേക്കർ ഇല്ല. വാഹനങ്ങളുടെ അമിത വേഗത വിദ്യാർത്ഥികൾക്ക് അപകടമാകുന്നു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. 81ാമത് ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് തുടക്കമായി. മാനവ സമൂഹത്തിന്റെ ആധ്യാത്മികവും ഭൌതികവുമായ സമഗ്ര പുരോഗതിക്ക് വേണ്ടി ശ്രീനാരായണ ഗുരു അനുഗ്രഹിച്ച തീർത്ഥാടനമാണ് ഇത്. 81ാമത് ശിവഗിരി തീർത്ഥാടന വേളയിൽ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ ശതോത്തര രജത ജൂബിലി, ആലുവ അദ്വൈതയാശ്രമത്തിന്റെ ശതാബ്ദി, ഡോക്ടർ പൽപുവിന്റെ 150ാം ജയന്തി ആഘോഷം, ദൈവദശകത്തിന്റെ രചനാ ശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം എന്നിവ ഇതോടൊപ്പം നടക്കും. ശിവഗിരി തീർത്ഥാടന ഘോഷയാത്ര പതാക പ്രയാണം ചങ്ങനാശ്ശേരി ആനന്ദാശ്രമം സത്യവ്രത സ്വാമി സമാധി മണ്ഡപത്തിൽ നിന്നും തിങ്കളാഴ്ച രാവിലെ 10 ആരംഭിച്ചു. അലങ്കരിച്ച രഥത്തിൽ നിരവധി വാഹനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് പതാക പ്രയാണം ആരംഭിച്ചത്. ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിലെ സ്വാമി ധർമ്മചൈതന്യ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന മനുഷ്യർക്ക് മനുഷ്യരായി ജീവിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതെ അത് നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്ത് അവരെ മനുഷ്യരാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കുന്നതിന് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതുകൂടി ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മകാണ്ഡത്തിൽപ്പെട്ടിരുന്നു. അതിനുവേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്തൊരു ശിവലിംഗമെടുത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ നിന്ന് കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ നാരായണ ഗുരുദേവൻ അവിടുത്തെ കൃതികളിലൂടെയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തെ ആളുകളൊക്കെ അത് ദീനം പിടിച്ചും മധുര പൊടിച്ചും കിടക്കുകയാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് തന്റെ ധർമ്മമാണ് എന്ന് സുബ്രഹ്മണ്യ കീർത്തനം പോലെയുള്ള കൃതികളിൽ ശ്രീനാരായണ ഗുരുദേവൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PM ചന്ദ്രൻ, ബോർഡ് മെമ്പർമാരായ ഗിരീഷ് കോനാട്ട്, MG ചന്ദ്രമോഹൻ, സജീവ് പൂവത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തീർത്ഥാടന ഘോഷയാത്ര പതാക പ്രയാണം വൈകിട്ട് 6:30 ശിവഗിരിയിൽ എത്തിച്ചേർന്നു. വേഴപ്ര സെറ്റിൽമെന്റ് കോളനിയിലെ സഹോദരങ്ങളെ സാമൂഹ്യവിരുദ്ധർ വീട് കയറി മർദ്ദിച്ചതായി പരാതി. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വീടിന്റെ മുറ്റത്തിട്ട് ഗുണ്ട് പൊട്ടിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ജോഷിയും ജോജിയും ആക്രമിക്കപ്പെട്ടത്. 3-4 മാസം പ്രായമായ കുഞ്ഞുങ്ങളും ക്യാൻസർ ബാധയാൽ മരണാസന്നനായ പിതാവും വീട്ടിലുണ്ടെന്നും അതിനാൽ ശക്തിയേറിയ പടക്കം പൊട്ടിക്കുന്നതിലൂടെ കുഞ്ഞുങ്ങളെയും അച്ഛനെയും ദോഷകരമായി ബാധിക്കുമെന്നും പറഞ്ഞു നോക്കിയെങ്കിലും അക്രമികൾ പിൻവാങ്ങിയില്ലെന്ന് ജോഷി പറഞ്ഞു. 4 ദിവസത്തോളം പുളിങ്കുന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇരുവരും. കമ്പിവടി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കൊണ്ടാണ് അടിച്ചതെന്നും ഇവർ പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തുടർ ചികിത്സയ്ക്ക് ശേഷം വീട്ടിൽ വിശ്രമിക്കുകയാണ് കൂലിപ്പണിക്കാരായ ഈ സഹോദരങ്ങൾ. രാമങ്കരി പോലീസ് ആശുപത്രിയിലെത്തി മൊഴിയെടുത്തെങ്കിലും തുടർ നടപടികൾ വൈകുന്നുവെന്നാണ് ആരോപണം. അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് SUCI കുട്ടനാട് താലൂക്ക് സെക്രട്ടറി PR സതീശൻ ആവശ്യപ്പെട്ടു. അവിടെ 3-4 കൊച്ചു കുഞ്ഞുങ്ങൾ വരെയുണ്ട്. അപ്പൊ അവിടെ നിരന്തരമായി അവിടെ വന്ന് ആ ഒരു ജംഗ്ഷൻ പോലെയുള്ള ഒരു പ്രദേശത്താണ് അവർ വീട്ടിലിരിക്കുന്നത്. അതിനടുത്ത് വന്ന് പടക്കം പൊട്ടിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട കുറെ സന്ദർഭമാണെന്ന് കരുതി അവർ കുറെ അനുക്ഷേപിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് അവഗണിച്ചുകൊണ്ട് ഗുണ്ട് പോലെയുള്ള വലിയ എക്സ്പ്ലോസീവായ പടക്കം അവരുടെ വീടിന്റെ മുറ്റത്തിട്ട് പൊട്ടിക്കുകയും അത് എന്താണ് എന്ന് ചോദിച്ചതിന്റെ പേരിൽ വളരെ ക്രൂരമായ രീതിയിൽ അവരെ മൃഗീയമായ രീതിയിൽ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ കുഞ്ഞുങ്ങൾ എത്തിച്ചേരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമുക്ക് സങ്കടകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഉത്സാഹപ്പെടുന്നതിന് പകരം അവരുടെ ഈ കുറ്റവാസനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനം ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗം ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരും. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി മുതൽ കുരിശുപള്ളി വരെയുള്ള റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. റോഡ് പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് സ്പീഡ് ബ്രേക്കറുകൾ ഒഴിവാക്കിയതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ. LKG മുതൽ എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ദിവസേന പുളിങ്കുന്ന് പഞ്ചായത്ത് റോഡിൽ കൂടി കടന്നുപോകുന്നത്. റോഡിൽ മുൻകാലങ്ങളിൽ പല ഭാഗങ്ങളിലായി ഹമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ റോഡിന്റെ പുനരുദ്ധാരണത്തോട് ബന്ധപ്പെട്ട് ഹമ്പുകൾ തീർത്തും ഇല്ലാതെയായി. ഇത് വളരെയധികം വിദ്യാർത്ഥികൾക്ക് വാഹനാപകടങ്ങളിലേക്കുള്ള അവസ്ഥയാണ് സമ്മാനിച്ചത്.
കുരിശുപള്ളി മുതൽ ഗോവിന്ദ ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ 4-5 സ്കൂളുകളാണ് സ്ഥിതി ചെയ്യുന്നത്. റീടാറിങ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിലവിലുണ്ടായിരുന്ന ബമ്പുകളെടുത്ത് കളയുകയും പുതിയ ബമ്പുകൾ സ്ഥാപിക്കാത്തതിനാൽ 4-5 തവണ ആക്സിഡന്റ് ഉണ്ടായി പിള്ളേരെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബമ്പ് സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. LKG മുതൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമാണ് ഇതിലെ ദിവസേന കടന്നു പോകുന്നത്. ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും സൈൻ ബോർഡുകളുടെയും വഴിവിളക്കിന്റെയും അഭാവവും ഒപ്പം കാൽനടക്കാരുൾപ്പെടെയുള്ളവർക്ക് റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുവാൻ കാരണമാകുന്നുണ്ട്. സ്കൂളുകളിലേക്ക് എത്തുന്ന ഓരോ കുരുന്നിന്റെയും ജീവൻ സംരക്ഷിക്കുവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. നിലവിളികൾക്കും ആക്രോശങ്ങൾക്കും ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസിനും ഒരു ദിവസത്തെ ആയുസ് മാത്രം. ഹമ്പുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും അപകടരഹിതമായ പുതുവർഷം ആശംസിച്ചുകൊണ്ടും ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ്. കോട്ടയം ജില്ലയിൽ അർഹതയുള്ള എല്ലാവർക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുമെന്നും ഇതിന്റെ ഉദ്ഘാടനം ജനുവരി 10-നകം നടത്തുമെന്നും ജില്ലാ വികസന സമിതി അറിയിച്ചു. ജില്ലാ കളക്ടർ അജിത് കുമാറിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ വികസന സമിതി യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. കോട്ടയം ജില്ലയിലെ 66 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതി ഭേദഗതിക്ക് ജില്ലാ ആസൂത്രണ സമിതി യോഗം അംഗീകാരം നൽകി. 60 ഗ്രാമപഞ്ചായത്തുകളുടെയും 5 ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെയും പദ്ധതി ഭേദഗതിക്കാണ് അംഗീകാരം നൽകിയത്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കോട്ടയം മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നിന്നുള്ള എല്ലാവിധ പത്രപ്രവർത്തക പെൻഷനുകളും വിതരണം ചെയ്തു തുടങ്ങിയതായി ഡെപ്യൂട്ടി ഡയറക്ടർ എ ഹക്കീം അറിയിച്ചു. 2013 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള തുകയാണ് വിതരണം ചെയ്യുന്നത്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ സ്ഥിരതാമസക്കാരായ തൊഴിൽ രഹിത പട്ടികവർഗ യുവതി യുവാക്കൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. പെട്ടിക്കട, തയ്യൽക്കട, ആടുവളർത്തൽ, കോഴിവളർത്തൽ തുടങ്ങിയവയ്ക്കാണ് ധനസഹായം നൽകുക. SSLC വരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 50,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രത്യേക ദുർബല ഗോത്രവിഭാഗങ്ങൾക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന പണിയ, മലമ്പണ്ടാരം, അരനാടർ തുടങ്ങിയവർക്കും 8ാം ക്ലാസ് യോഗ്യത മതിയാകും. പ്രായം 18-നും 45-നും മധ്യേ. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജില്ലയിൽ വാസയോഗ്യമായ വീടില്ലാത്ത പട്ടികജാതി വികസന വകുപ്പിൽ നിന്ന് ഭൂമി ലഭിച്ചവർക്കും സ്വന്തമായി 3 സെന്റെങ്കിലും സ്ഥലമുള്ളവർക്കും അപേക്ഷിക്കാം. അപേക്ഷകർ ജാതി, വരുമാനം, കൈവശാവകാശം, ബ്ലോക്കിൽ നിന്നും പഞ്ചായത്തിൽ നിന്നും മുൻപ് ഭവന നിർമ്മാണത്തിന് ധനസഹായം കൈപ്പറ്റിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ജനുവരി 16-നകം ബന്ധപ്പെട്ട ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. കോട്ടയം താലൂക്ക് വികസന സമിതി യോഗം ജനുവരി 4-ന് രാവിലെ 10:30-ന് താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗത്തിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് തഹസീൽദാർ അറിയിച്ചു. ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയ ബാങ്ക് അക്കൌണ്ട് നമ്പർ കൈമാറിയില്ല എങ്കിൽ പാചകവാതക സബ്സിഡി നൽകില്ലെന്ന് പെട്രോളിയം മന്ത്രാലയത്തിന്റെ അന്ത്യശാസനം. സുപ്രീം കോടതി ഉത്തരവും ജനങ്ങളുടെ ആശങ്കയും അവഗണിച്ചാണ് പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ആധാർ കാർഡ് സർക്കാരിന്റെ ഒരു പദ്ധതിക്കും നിർബന്ധമാക്കരുതെന്ന സുപ്രീം കോടതി ഉത്തരവ് നിലവിലുണ്ട്. ബാങ്ക് അക്കൌണ്ട് ആധാർ കാർഡുമായി ബന്ധപ്പെടുത്തിയ പ്രദേശങ്ങളിൽ വ്യാപകമായ പരാതിയാണ് ഉയരുന്നത്. പല സ്ഥലങ്ങളിലും പാചകവാതക സബ്സിഡി തുക അക്കൌണ്ടിൽ ലഭിക്കുന്നുണ്ടെങ്കിലും തുക വ്യത്യസ്തമാണ്. സിലിണ്ടറിന് 1060 മുതൽ 1080 രൂപ വരെ മുൻകൂർ അടയ്ക്കണം. നികുതികളുടെയും മറ്റും പേരിൽ 30 മുതൽ 80 രൂപ വരെ എണ്ണ കമ്പനികൾ ഈടാക്കുന്നുണ്ട്. ആധാർ കാർഡ് നിർബന്ധമാക്കരുതെന്ന സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആധാർ കാർഡിന് നിയമപിൻബലം നൽകിയുള്ള ബിൽ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇനി പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി വോട്ട് ഓൺ അക്കൌണ്ട് പാസാക്കുന്നതിനുള്ള പാർലമെന്റിന്റെ ഹ്രസ്വകാല സമ്മേളനം മാത്രമാണ് ഉണ്ടാവുക. ഈ സമ്മേളനത്തിൽ നിയമനിർമ്മാണങ്ങളൊന്നും സാധ്യവുമല്ല. ചുരുക്കത്തിൽ UPA സർക്കാരിന് ആധാർ കാർഡ് നിയമവിധേയമാക്കാനുള്ള ബിൽ പാസാക്കാൻ കഴിയില്ല. ഈ വസ്തുതകളെല്ലാം അവഗണിച്ച് ആധാർ കിട്ടാത്തവരെ സബ്സിഡി പട്ടികയിൽ നിന്ന് പുറത്താക്കുക വഴി സബ്സിഡി വകയിൽ കോടികളാണ് കേന്ദ്ര സർക്കാർ ലാഭിക്കുക. സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ സീനിയർ കൺസൾട്ടന്റ് തസ്തികയിൽ 6 മാസത്തെ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 2 ഒഴിവുകളുണ്ട്. പ്രതിമാസം 30,000 രൂപയാണ് പ്രതിഫലം. വിദ്യാഭ്യാസാവകാശം നടപ്പാക്കുന്നത് നിരീക്ഷിക്കുന്ന സെല്ലിലെ സീനിയർ കൺസൾട്ടന്റിന് നിയമവിരുദ്ധവും നിയമമേഖലയിൽ പ്രത്യേകിച്ച് ബാലാവകാശ മേഖലയിൽ 10 വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമങ്ങൾ തടയുന്നതിനുള്ള സെല്ലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സീനിയർ കൺസൾട്ടന്റിന് മേൽപ്പറഞ്ഞ യോഗ്യതകൾ കൂടാതെ പോലീസ് വകുപ്പിലെ പരിചയവും വേണം. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല.
ഉയർന്നു വരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. തുടർ വാർത്തകളിലേക്ക്. മിത്രക്കരി രചന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുന്നു. മിത്രക്കരി ക്ലബ് ഗ്രൌണ്ടിൽ ചൊവ്വാഴ്ചയാണ് മത്സരം. ആലപ്പുഴ SDV സ്കൂൾ ഗ്രൌണ്ടിൽ ഡിസംബർ 21 മുതൽ നടന്നുവന്ന കാർഷിക വ്യാവസായിക പ്രദർശനം സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ കളക്ടർ N. പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. SDV മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് J. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കാർഷിക രംഗത്തെ മികച്ച സേവനത്തിന് MP ഗോവിന്ദൻകുട്ടി നായർ, TS വിശ്വൻ, P. ശ്യാംകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് കളക്ടർ സമ്മാനം നൽകി. 150ഓളം സ്റ്റാളുകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പ്രദർശനത്തിന്റെ ഭാഗമായി കലാപരിപാടികളും വിവിധ വിഷയങ്ങളിൽ സെമിനാറുകളും നടത്തി. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, സംസ്ഥാന കൃഷി വകുപ്പ്, SD കോളേജ് ബോട്ടണി വിഭാഗം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ദേവാലയങ്ങൾക്ക് നേരെ അടിക്കടി ഉണ്ടാകുന്ന മോഷണങ്ങൾ മതവൈര്യമുണ്ടാക്കാനും വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കാനും വേണ്ടിയാണെന്ന് ഗാന്ധിയൻ ദർശനവേദി ആരോപിച്ചു. TX ജെയിംസ് അധ്യക്ഷത വഹിച്ച യോഗം ഗാന്ധിയൻ ദർശനവേദി ചെയർമാൻ ബേബി പാറക്കാടൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ നിർമ്മാണം പൂർത്തിയാക്കിയ അടിസ്ഥാന സൌകര്യങ്ങളുടെയും ആധുനിക ചികിത്സാ ഉപകരണങ്ങളുടെയും ഉദ്ഘാടനം ജനുവരി 11 നടക്കും. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ഗുലാം നബി ആസാദ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. 65 കോടി രൂപ ചിലവിൽ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ ഉപയോഗിച്ച് പൂർത്തിയാക്കിയ പദ്ധതികളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കാവാലം ചാപ്റ്ററിന്റെയും PZ ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ ജന്മാന്തരം അവയവ രക്തദാന ക്യാമ്പ് നടന്നു. കാവാലം സെന്റ് തോമസ് ആശ്രമം പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി റേഡിയോ മീഡിയ വില്ലേജ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി അധ്യക്ഷത വഹിച്ചു. സമ്പൂർണ്ണ അവയവദാന ബോധവൽക്കരണത്തിലൂടെ അവയവദാനമെന്ന പുണ്യകർമ്മം ചെയ്യാൻ സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജന്മാന്തരം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സെമിനാറിനോടൊപ്പം അവയവദാന സമ്മതപത്ര സ്വീകരണവും നടന്നു. അഡ്വക്കേറ്റ് റോജോ ജോസഫ്, കുര്യൻ തമ്പുങ്കൽ, ഫാദർ മൈക്കിൾ പറുശ്ശേരി, പ്രദീപ് കുമാർ ഗോകുലം എന്നിവർ സംസാരിച്ചു. റേഡിയോ മീഡിയ വില്ലേജ്, ഗാന്ധിയൻ ദർശനവേദി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി, NSS, SNDP യൂണിയനുകളും ക്യാമ്പിൽ സഹകാരികളായി. ദൈവം നമുക്ക് ദാനമായി തന്ന അവയവങ്ങൾ മരണത്തെ മുന്നിൽ കണ്ട്, അവയവ തകരാറ് മൂലം മരണത്തെ മുന്നിൽ കണ്ട് കഴിയുന്നവർക്ക് ദാനമായി കൊടുക്കുന്ന ഒരു പുണ്യ പ്രവൃത്തിയാണ് അവയവദാനം. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഇത് കച്ചവടമല്ല. ഞാൻ എന്റെ വൃക്ക തരാം, എന്റെ കരൾ തരാം, 25 ലക്ഷം രൂപ വേണം, 50 ലക്ഷം രൂപ വേണം, ഞാൻ തരാം. അതല്ല ഇതെനിക്ക് ഈശ്വരൻ ദാനമായി തന്ന അവയവങ്ങൾ ദാനമായി തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അതാണ്. അതുകൊണ്ട് ഇവിടെ വേറൊന്നുമില്ല, എല്ലാം ദാനമായി കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആവശ്യം ഇതിന് വരുന്നത്? ഇന്ത്യയിൽ 20 ലക്ഷം ആളുകള് അവയവങ്ങൾ പ്രതീക്ഷിച്ചിങ്ങനെ കഴിയുകയാണ്.
കേരള കർഷക സംഘം കുട്ടനാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസിലേക്ക് കർഷക മാർച്ചും ധർണയും ജനുവരി 4 നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കവാലം സൂര്യ യുവജനക്ഷേമ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മണ്ണാറശാല ഇല്ലം ട്രോഫി ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരങ്ങൾ ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചരമവാർത്തകൾ. മുട്ടാർ മായാനിവാസിൽ പരേതനായ MG ശങ്കരനാരായണ പിള്ളയുടെ ഭാര്യ KP ചന്ദ്രമതിയമ്മ നിര്യാതയായി 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രാമങ്കരി ചേന്നാട്ടുശ്ശേരി നാലുപറയിൽ KF സ്കറിയയുടെ ഭാര്യ കത്രീനാമ നിര്യാതയായി 66 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഈര അമ്പാടി വീട്ടിൽ മോഹൻദാസ് നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിന് തുടക്കമായി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയുടെ ശതോത്തര രജത ജൂബിലി ദിനാഘോഷങ്ങളും ഇതോടനുബന്ധിച്ച് നടക്കും. സാമൂഹ്യവിരുദ്ധർ സഹോദരങ്ങളെ വീട് കയറി ആക്രമിച്ചതായി പരാതി. പുളിങ്കുന്ന് താലൂക്ക് ആശുപത്രി മുതൽ കുരിശുപള്ളി വരെയുള്ള റോഡിൽ സ്പീഡ് ബ്രേക്കർ ഇല്ല. വാഹനങ്ങളുടെ അമിത വേഗത വിദ്യാർത്ഥികൾക്ക് അപകടമാകുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.